ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ജോഗ്രഫിയാണ്. പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രഹങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഓരോ ഗ്രഹത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ബ്രീഫായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എക്സാമിന് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് എന്താണ്? ഒപേക് ബോഡീസ് ആണ് അല്ലെ. പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒപേക് ബോഡീസ് ആണ്. 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. 9 എണ്ണം ഉണ്ടായിരുന്നു. പ്ലൂട്ടോ പ്ലാനറ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എത്ര പ്ലാനറ്റ്സ് ആ ഉള്ളത്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് സണ്ണിൽ നിന്നും പ്ലാനറ്റ്സിനുള്ള ദൂരം വെച്ചിട്ടാണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അടുത്ത് മെർക്കുറി, ഏറ്റവും ദൂരത്ത് നെപ്റ്റ്യൂൺ. ഈ രീതിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ പ്ലാനറ്റ്സ് ചെയ്യുന്നത് എന്താണ്? സണ്ണിനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുക, ഭ്രമണം ചെയ്യുക. സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് പ്ലാനറ്റ്സ്. ഓക്കെ, ഇവരെല്ലാവരും ചെയ്യുന്നത്. അത്രയുമാണ് പ്ലാനറ്റ്സിന്റെ ഒരു ഡീറ്റെയിൽ അല്ല, ഒരു ഇൻട്രോ പറയാനുള്ളത്. പ്ലാനറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ജോവിയൻ പ്ലാനറ്റ്സ് എന്നും. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സ് ആണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ഇത് 4 എണ്ണമാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ഇത് 4 എണ്ണമാണ് ജോവിയൻ പ്ലാനറ്റ്സ്, സണ്ണിൽ നിന്ന് ദൂരത്ത് നിൽക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അടുത്ത് നിൽക്കുന്നത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇത് 4 എണ്ണമാണ് അടുത്ത് നിൽക്കുന്ന ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ദൂരത്ത് നിൽക്കുന്നത് ജോവിയൻ പ്ലാനറ്റ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് 4 എണ്ണമാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ പ്ലാനറ്റ്സിന്റെയും ഡീറ്റെയിൽസ് പഠിക്കാം. ആദ്യം മെർക്കുറി. മെർക്കുറി എന്താണ്? സൂര്യന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി. എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. ഏറ്റവും ചൂട് കൂടുതലുള്ള പ്ലാനറ്റ് ആണ് മെർക്കുറി. മെർക്കുറിയിൽ എന്തില്ല? വെള്ളത്തിന്റെ ഒരു സാന്നിധ്യവും ഇല്ലാത്ത പ്ലാനറ്റ് ആണ് മെർക്കുറി. ബുധൻ എന്നാണ് മെർക്കുറിയെ മലയാളത്തിൽ പറയുന്നത്. വെള്ളം മാത്രമല്ല, മെർക്കുറിയിൽ എന്തുമില്ല? ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ പറയുന്ന ഒരു ഗ്യാസും എവിടെയില്ല? മെർക്കുറിയിൽ ഇല്ല. അതുപോലെ തന്നെ എന്തുമില്ല? നമുക്ക് ഭൂമിയിൽ ഓസോൺ പാളി ഉണ്ട് അല്ലെ. ഓസോൺ ലെയർ എന്താണ് ചെയ്യണത്? സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ റേഡിയേഷൻസ് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യാനാണ് ഓസോൺ ലെയർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഓസോൺ ലെയർ എവിടെയില്ല? മെർക്കുറിയിൽ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബുധനിൽ അല്ലെങ്കിൽ മെർക്കുറിയിൽ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത്രയുമാണ് മെർക്കുറിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ ആബ്സെന്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് വീനസ്. വീനസ് എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് വീനസ്. വീനസ് നമ്മൾ പറയുക ശുക്രൻ എന്നാണ് പറയുക. വീനസിന് ശുക്രൻ എന്നാണ് പറയുക. ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്. തിളക്കം കൂടിയ പ്ലാനറ്റ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീനസിന് പറയുന്ന പേരാണ് ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നും വീനസിനെ പറയാറുണ്ട്. അതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെയും പറയാറുണ്ട്. വീനസിന് ഒരു തിക്ക് കവർ വെച്ച് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. വീനസ് പ്ലാനറ്റ് ഒരു തിക്ക് കവർ വെച്ച് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീനസിന് പറയുന്ന ഒരു പേരാണ് വെയിൽഡ് പ്ലാനറ്റ് എന്ന്. ഒരു ക്ലൗഡ് കവർ ആണ്, തിക്കായിട്ടുള്ള ഒരു ക്ലൗഡ് കവർ ആണ് വീനസിനുള്ളത്. അതുകൊണ്ട് തന്നെ വീനസിനെ നമ്മൾ എന്ത് പറയും? വെയിൽഡ് പ്ലാനറ്റ് എന്ന് പറയും. വീനസിന് എർത്തിന്റെ ട്വിൻ എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? എർത്തിന്റെ സെയിം സൈസും മാസുമാണ് വീനസിനും ഉള്ളത്.
ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എർത്തിന്റെ ട്വിന്ന്. ഇനി വീനസും യുറാനസും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീനസും യുറാനസും മൂവ്മെന്റ് ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ് മൂവ് ചെയ്യണത്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ബാക്കിയുള്ളത് മൂവ് ചെയ്യണത്. പക്ഷെ വീനസും യുറാനസും എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യണത്. ഓക്കെ, വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. മെർക്കുറിയേക്കാൾ ചൂട് കൂടിയ പ്ലാനറ്റ് ആണ് വീനസ് എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ മെർക്കുറി, മെർക്കുറിയേക്കാൾ ചൂട് കൂടിയിട്ടുള്ള പ്ലാനറ്റ് ആണ് വീനസ് എന്ന് പറയുന്നത്. വീനസിനകത്ത് എന്തില്ല? ആവശ്യത്തിനുള്ള വെള്ളവും ഇല്ല, ഓക്സിജനും ഇല്ല. അതുകൊണ്ട് തന്നെ വീനസിൽ ഒരു ജീവിതം എന്നുള്ളതും എന്തല്ല? പോസിബിൾ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വീനസിനെ കുറിച്ച് പറയാനുള്ളത്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയാറുണ്ട്. വെയിൽഡ് പ്ലാനറ്റ് എന്ന് പറയും, കാരണം ഒരു തിക്ക് ക്ലൗഡ് കവർ ഉണ്ട്. എർത്തിന്റെ ട്വിൻ എന്ന് പറയാറുണ്ട്, കാരണം എന്താണ്? സെയിം സൈസും മാസുമാണുള്ളത്. പിന്നെന്താണ്? യുറാനസ് പോലെ തന്നെ യുറാനസും വീനസും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. മെർക്കുറിയേക്കാൾ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് വീനസ് എന്ന് പറയുന്നത്. വീനസിനകത്ത് എന്തില്ല? വാട്ടറും ഓക്സിജനും വീനസിനകത്ത് ഇല്ല. അടുത്തത് എർത്ത്, ഭൂമി, നമ്മുടെ സ്വന്തം ഭൂമി അല്ലെ? ജീവന്റെ ഉത്ഭവമുള്ള ജീവനുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം ആക്സിസിൽ, എർത്തിന്റെ ഓൺ ആക്സിസിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 23 hours 56 minutes and 4091 seconds. 24 hours കംപ്ലീറ്റ് അല്ല, 23 hours 56 minutes and 4091 seconds എടുത്തിട്ടാണ് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒരു വട്ടം കറങ്ങി വരുന്നത്. ഓക്കെ, അതാണ് ഒരു ഡേ. ഇതാണ് നമ്മൾ 1 day ആയിട്ട് കണക്കാക്കുന്നത്. 24 hours എന്ന് പറയുന്ന ഒരു ദിവസം. ഇനി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയം. ഒരു വട്ടം സൂര്യനെ ചുറ്റി വരാൻ ഭൂമി എടുക്കുന്ന സമയമാണ് 365 days 5 hours and 48 minutes. ഓക്കെ, അപ്പോൾ ഒരു വർഷം ആണ് ഇത്. ഒരു വർഷം എടുത്തിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത്. ഒരു വർഷം എടുത്തിട്ട് എന്നല്ല പറയുക, ആ ഭൂമി സൂര്യനെ ഒരു വട്ടം കറങ്ങാൻ എടുക്കുന്ന സമയം നമ്മൾ കൺസിഡർ ചെയ്യണത് 1 year ആയിട്ടാണ്. ഓക്കെ, ഭൂമിയെ പറയുന്ന പേര് വാട്ടറി പ്ലാനറ്റ് എന്നും ബ്ലൂ പ്ലാനറ്റ് എന്നും പറയാറുണ്ട്. കാരണം എന്താണ്? വെള്ളമുള്ള ഗ്രഹമാണ് അല്ലെ ഭൂമി. ഭൂമിയിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഭൂമിയെ നമ്മൾ വാട്ടറി പ്ലാനറ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്ലാനറ്റ് എന്നും പറയാറുണ്ട്. ലൈഫ് സസ്റ്റനൻസ് ഉള്ള നമുക്ക് അറിയാവുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ് ഭൂമി. ജീവൻ ഉണ്ട് അല്ലെങ്കിൽ ജീവിതം ഉണ്ട്, ജീവന്റെ കണികകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. പിന്നെ എന്താ ഉള്ളത്? ഭൂമിയിൽ ഒരുപാട് വെള്ളവും ഓക്സിജനും എല്ലാം അവൈലബിൾ ആണ്. ഇന്നാണോ അങ്ങനെ? അല്ല, ഇന്ന് വെള്ളത്തിനും ഓക്സിജനും ഒക്കെ സ്കേഴ്സിറ്റി, ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയോ, അതെങ്ങനെയാ സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് വെള്ളം വാങ്ങിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമൊന്നും അല്ലാണ്ടായി. കുറച്ചുകൂടെ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട വരും. ഇങ്ങനെ പോയാൽ എന്നാണ് പറയുന്നത്, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് സാറ്റലൈറ്റ്. എർത്തിന് ഒരുപാട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ടോപ്പിക് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്താണ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ്? എർത്തിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ, അത് മൂണാണ്. മൂണിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് എർത്തിനെ കുറിച്ച് പറയാനുള്ളത്. റൊട്ടേഷന് 23 hours 56 minutes 4091 seconds. റെവല്യൂഷൻ ആണെങ്കിൽ 365 days 5 hours and 48 minutes. വാട്ടറി പ്ലാനറ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയാറുണ്ട്. ലൈഫ് സസ്റ്റനൻസ് ഉള്ള പ്ലാനറ്റ് ആണ്. വാട്ടറും ഓക്സിജനും അവൈലബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് എർത്ത്. മൂണാണ് നാച്ചുറൽ സാറ്റലൈറ്റ്. അടുത്തത് മാസ്. മാസ് എന്ന് വെച്ചാൽ എന്താണ്? ചൊവ്വയാണ് അല്ലെ? മാസ് എന്ന് വെച്ചാൽ
ചൊവ്വയാണ്. ചൊവ്വ എന്താണ്? അയൺ റിച്ച് റെഡ് സോയിലാണ് ചൊവ്വയിലുള്ളത്. അയൺ റിച്ച് ആയിട്ടുള്ള റെഡ് സോയിലാണ്. പിങ്കിഷ് ആയിട്ടുള്ള സ്കൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ കാണുന്നത് എങ്ങനെയാണ്? റെഡ് പ്ലാനറ്റ് ആയിട്ടാണ് കാണുക. ചുവന്ന ഗ്രഹമായിട്ടാണ് മാസ് നമ്മൾ കാണുന്നത്. സാറ്റലൈറ്റ്സ്, മാസിന്റെ സാറ്റലൈറ്റ്സ് ഫോബ്സും ഡെമോസും ആണ്. ഫോബ്സും ഡെമോസും ആണ് മാസിന്റെ സാറ്റലൈറ്റ്സ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് കഴിയാണ്. സൂര്യന് അടുത്തായിട്ടുള്ള ചൂട് കൂടിയ പ്ലാനറ്റ്സ് ഇതോടുകൂടി കഴിയാണ്. ഇനി എന്താണ്? ജുപ്പിറ്റർ ആണ്. ജോവിയൻ പ്ലാനറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ജുപ്പിറ്റർ, ജുപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ജുപ്പിറ്റർ, വ്യാഴം. അതെന്താണ്? ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. ജുപ്പിറ്റർ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. വിന്റർ പ്ലാനറ്റ്. ജുപ്പിറ്ററിലെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്ക്. -148°C ആണ്. ജുപ്പിറ്ററിലെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ആണ് -148°C. അപ്പൊ നമുക്കൊരു -1, -2, -10 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നോക്കിക്കോ, -148°C, എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആണ് ജുപ്പിറ്റർ. ജുപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ഗാനിമേഡ് ആണ്. അത് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ഗാനിമേഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ലാർജസ്റ്റ് പ്ലാനറ്റ് എന്താണ്? ജുപ്പിറ്റർ ആണ് ലാർജസ്റ്റ് പ്ലാനറ്റ്. അടുത്തത് സാറ്റേൺ. സാറ്റേൺ ആണ് ശനി. സാറ്റേണിന് എന്തുണ്ട്? ബ്രൈറ്റ് കോൺസെൻട്രിക് റിങ്സ്. നമ്മൾ നേരത്തെ നോക്കി ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഒരെണ്ണത്തിൽ മാത്രം ഇങ്ങനെ റിങ്സ് കണ്ടു അല്ലെ. ഇതാണ് സാറ്റേൺ. നല്ല തെളിച്ചത്തിലുള്ള കോൺസെൻട്രിക് റിങ്സ് ഇങ്ങനെ നിൽക്കുന്നതാണ് സാറ്റേൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. ജുപ്പിറ്റർ കഴിഞ്ഞാൽ പിന്നെ വലുപ്പത്തിൽ നിൽക്കുന്നത് സാറ്റേൺ ആണ്. സാറ്റേണിന്റെ സാറ്റലൈറ്റ് ടൈറ്റാൻ. ടൈറ്റാൻ ആണ് സാറ്റേണിന്റെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രിക് റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ് വെച്ചിട്ടാണ്. ഐസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ഐസ് കവേർഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഐസ് കവർ ചെയ്തിട്ടുള്ള പൊടിപടലങ്ങളാണ് ചുറ്റും കറങ്ങുന്നത്. അപ്പൊ ഇത്രയുമാണ് സാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് യുറാനസ്. യുറാനസ് എന്ന് പറഞ്ഞാല് അതിന് പ്രത്യേകിച്ച് മലയാളത്തിൽ പേരൊന്നുമില്ല. യുറാനസ് എന്ന് തന്നെയാണ് പറയുക. എർത്തിന്റെ 4 ഇരട്ടി വലുപ്പത്തിലുള്ളതാണ് യുറാനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഗ്രീനിഷ് കളറിലാണ് ഉണ്ടാവുക. കാരണം യുറാനസിനകത്ത് മീഥേൻ ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ട്. മീഥേൻ ഗ്യാസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളറിലാണ് യുറാനസ് കാണുന്നത്. 1781 സർ വില്യം ഹെസ്സേൽ ആണ് യുറാനസിനെ ഡിസ്കവർ ചെയ്തത്. 1780. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഗ്രീനിഷ് കളർ, ഏത് ഗ്യാസ് ആണ് യുറാനസിൽ കാണപ്പെടുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. മീഥേൻ ഗ്യാസ് ആണ് കാണുന്നത്. 1781 സർ വില്യം ഹെർസിയൽ ആണ് യുറാനസ് ഡിസ്കവർ ചെയ്തത്. സണ്ണിൽ നിന്നുമുള്ള 7th പ്ലാനറ്റ് ആണ് യുറാനസ്. എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. ജോവിയൻ പ്ലാനറ്റ് ആണ് അല്ലെ. എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് യുറാനസ്. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് യുറാനസ് ട്രാവൽ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് യുറാനസിന്റെ മൂവ്മെന്റ്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്. അപ്പൊ ഇത്രയുമാണ് യുറാനസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നെപ്റ്റ്യൂൺ. അവസാനത്തെ ഗ്രഹമാണ് അല്ലെ. നെപ്റ്റ്യൂണിനും പ്രത്യേകിച്ച് മലയാളം പേരൊന്നും തന്നെയില്ല. സോളാർ സിസ്റ്റത്തിലെ 8th പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. ടെമ്പറേച്ചർ, സർഫസിലുള്ള ടെമ്പറേച്ചർ എന്നും വളരെ കുറവായിട്ട് നിൽക്കുന്നതാണ് യുറാനസ്. യുറാനസ് അല്ല, നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണും യുറാനസും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്ന 2 ഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണും യുറാനസും. പിന്നെ എന്താ ഉള്ളത്? നെപ്റ്റ്യൂണിലും എന്തുണ്ട്? മീഥേൻ റിങ്സ് ഉണ്ട്. സബ് സീറോ ടെമ്പറേച്ചർ ഉള്ള മീഥേൻ റിങ്സ് സറൗണ്ട് ചെയ്തിട്ടാണ് നെപ്റ്റ്യൂൺ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെപ്റ്റ്യൂൺ 8th പ്ലാനറ്റ് ആണ്. ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും. യുറാനസിന് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് നെപ്റ്റ്യൂണും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 8 പ്ലാനറ്റ്സ് ആണുള്ളത്. പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് അല്ല. അപ്പോൾ ഓരോ പ്ലാനറ്റിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഫാക്ട്സ് എന്തൊക്കെയാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.